Okay, so which of the following variables controls the physical properties of a perfect gas? Perfect gas എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ സെയിം ആസ് എൻ ഐഡിയൽ ഗ്യാസ്. ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷനെ ഫോളോ ചെയ്യുന്ന ഏതൊരു ഗ്യാസിനെയും ഐഡിയൽ ഗ്യാസ് എന്ന് പറയാം. അതായത് പി വി ഇസിക്കൽ ടു എൻ ആർ ടി, അതിന്റെ പി എന്ന് പറയുന്ന പ്രഷർ, വി എന്ന് പറയുന്ന വോളിയം, ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. അപ്പൊ ആദ്യത്തെ മൂന്ന് ഓപ്ഷൻ എ പ്രഷർ, ഓപ്ഷൻ ബി ടെമ്പറേച്ചർ ആൻഡ് ഓപ്ഷൻ സി വോളിയം, ഈ മൂന്നെണ്ണം കൺട്രോൾ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. അപ്പോൾ ഓപ്ഷൻ ഡി, അതായത് ആൾ ഓഫ് ദ അബവ് ആണ് കറക്റ്റ് ആൻസർ. Okay, so which of the following laws is applicable for behavior of a perfect gas? So first law എന്ന് പറയുന്നത് ബോയിൽസ് ലോ ആണ്. ബോയിൽസ് ലോ എന്ന് പറഞ്ഞാൽ പി വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. നെക്സ്റ്റ് ചാൾസ് ലോ പറയുന്നത് വോളിയം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഇത് ഈ പറഞ്ഞത് ഈ കാണിച്ചിരിക്കുന്ന എക്സാമ്പിളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു കൂളർ ടെമ്പറേച്ചറിലാണെങ്കിൽ ബലൂണിന്റെ വലുപ്പം കുറവായിരിക്കും. അത് തന്നെ ഇപ്പോൾ ഒരു കൂടിയ ടെമ്പറേച്ചറിലാണെങ്കിൽ ബലൂണിന്റെ വലുപ്പം വലുതായിരിക്കും. ഇപ്പോൾ വോളിയം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ, അതിനാണ് വേറൊരു രീതിക്ക് V1/T1 is equal to V2/T2 എന്ന് കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ മൂന്നാമത്തെ ലോ ഗേജ്-ലൂസാക്സ് ലോ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അപ്പോൾ ഇത് കാണിക്കാനായിട്ട് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഹീറ്റേ കൊടുക്കുന്നുള്ളൂ, ഒരു ക്യാൻഡിലേ ഉള്ളൂ. അതിന് റൈറ്റ് സൈഡിൽ 3 ക്യാൻഡിൽ വെച്ചിട്ടുണ്ട്, അതായത് കൂടുതൽ ഹീറ്റ് ഉണ്ട്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന മോളിക്യൂൾസ് അത്രയും മൂവ് ചെയ്യുന്നില്ല, റൈറ്റ് സൈഡിൽ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നു. അപ്പൊ അതിനനുസരിച്ച് ലെഫ്റ്റ് സൈഡിലുള്ള സംഭവത്തിൽ കുറവ് പ്രഷർ ഉള്ളൂ, റൈറ്റ് സൈഡിൽ കൂടുതൽ പ്രഷർ ഉണ്ട്. അപ്പോൾ പ്രഷർ എന്ന് പറയുന്ന സാധനം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്നുള്ളത് കിട്ടി. അപ്പൊ ഈ മൂന്ന് ലോസിനെ കമ്പൈൻ ചെയ്തിട്ടാണ് പി വി ഇസിക്വൽ ടു എൻ ആർ ടി എന്ന് പറഞ്ഞ ലോ ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഒരു ലോ ആണ് പെർഫെക്റ്റ് ഗ്യാസിന്റെ ലോ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി കറക്റ്റ് ഓപ്ഷൻ ഡി, ആൾ ഓഫ് ദ അബവ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ഇൻ എസ്ഐ യൂണിറ്റ്സ് ഇസ്, ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് കെൽവിൻ ആണ്. യൂണിറ്റ് ഓഫ് മാസ് ഇൻ എസ്ഐ യൂണിറ്റ് ഓഫ് മാസ് കിലോഗ്രാം, SI unit of time second, SI unit of length meter, SI unit of energy joules. Okay, so the next question, according to the Gauss-Lussac law, for a perfect gas the absolute pressure of a given mass varies directly as. അപ്പോൾ നമ്മൾ ആദ്യം നോക്കിയായിരുന്നു Gauss-Lussac law എന്ന് പറയുമ്പോൾ pressure is directly proportional to absolute temperature when volume is kept constant. നേരത്തെ നമ്മൾ കണ്ട സെയിം എക്സാമ്പിൾ ആണ്. അപ്പൊ ആ ഒരു എക്സാമ്പിളിനകത്ത് നമ്മൾ ഈ ഒരു പോർഷന്റെ ഉള്ള വോളിയം കോൺസ്റ്റന്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അന്നേരമാണ് ഗേ-ലുസാക് ലോ അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ടെമ്പറേച്ചർ എന്ന് കാണുമ്പോൾ അപ്പൊ തന്നെ ഇത് കൊടുക്കരുത്, കാരണം അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഇഫ് വോളിയം ഇസ് കെപ്റ്റ് കോൺസ്റ്റന്റ്, അതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ സി, അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഇഫ് വോളിയം ഇസ് കെപ്റ്റ് കോൺസ്റ്റന്റ്. Okay, so the next question, an ideal gas as compared to a real gas at very high pressure occupies more volume, less volume, same volume, unpredictable behavior, no such correlation. Okay, ideal gas എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ബിറ്റ്വീൻ ആറ്റംസ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ റിപ്പൾഷൻസും കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷേ റിയൽ ഗ്യാസിന്റെ കേസിൽ റിപ്പൾഷൻസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് റിയൽ ഗ്യാസിന്റെ കേസിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ മോളിക്യൂൾസ് തമ്മിൽ റിപ്പൾഷൻ ഫോഴ്സ് ഉള്ളത് കൊണ്ട് വോളിയം, അതും ഹൈ പ്രഷർ ആകുമ്പോൾ മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പൊ അന്നേരം റിപ്പൾസീവ് ഫോഴ്സ് കൂടുതലായിരിക്കും. അതുകൊണ്ട് റിയൽ ഗ്യാസിന്റെ കേസിലാണ് കൂടുതൽ വോളിയം. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ ഐഡിയൽ ഗ്യാസ് വിൽ ബി ഹാവിംഗ് ലെസർ വോളിയം കമ്പയർഡ് ടു എ റിയൽ ഗ്യാസ് അറ്റ് വെരി ഹൈ പ്രഷർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ജനറൽ ഗ്യാസ് ഇക്വേഷൻ ഇസ് PV is equal to nRT ആണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ജനറൽ ഗ്യാസ്, അതായത് റിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് PV is equal to nRT, അതായത് ഓപ്ഷൻ ബി is the correct answer. Okay, so part 2, thermodynamics, 11th question. According to Dalton's law, the total pressure of a mixture of gases is equal to. Okay, so Dalton's law പറയുന്നതെന്ന് പറഞ്ഞാൽ total pressure of the mixture of gas equals the sum of partial pressures of all of the components of the gas. So option C ആണ് correct answer. Next, which of the following can be regarded as gas so that gas law could be applicable within commonly encountered temperature limits? ഗ്യാസ് ലോ അപ്ലിക്കബിൾ ആയിരിക്കണമെങ്കിൽ ഈ പറഞ്ഞ സംഭവം ഗ്യാസ് ആയിരിക്കണം. അപ്പൊ ആദ്യത്തെ ഓപ്ഷനിൽ സ്റ്റീം ഉണ്ട്. സ്റ്റീം എന്ന് പറയുന്നത് അതിനകത്ത് വാട്ടറിന്റെ കണ്ടന്റ് ഉള്ളപ്പോഴാണ് അതിന് സ്റ്റീം എന്ന് പറയുന്നത്. അതുപോലെ വാട്ടർ വേപ്പർ, അതിന് മോയ്സ്ചർ, പിന്നെ ഈ സ്റ്റീം വേപ്പർ, ഈ എല്ലാ ഓപ്ഷനിലും സ്റ്റീം അല്ലെങ്കിൽ വാട്ടറിന്റെ ആ ഒരു സംഭവം വരുന്നുണ്ട്. ആകെ ഓപ്ഷൻ ഡിയിൽ മാത്രമാണ് അങ്ങനത്തെ സംഭവം ഇല്ലാത്തത്. അപ്പൊ അങ്ങനെ അത് ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് മനസ്സിലായി.
Next question, the unit of pressure in SI unit is C Pascal. 14th question, closed system is one in which mass does not cross boundaries of system through energy may do so. Option A ആണ് കറക്റ്റ്. അപ്പോൾ ഈ ഓപ്പൺ സിസ്റ്റം, ക്ലോസ് സിസ്റ്റം ആൻഡ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹീറ്റും മാറ്ററും ഇത് രണ്ടും പാസ് ചെയ്യും. ഈ ഓപ്പൺ സിസ്റ്റമിൽ അകത്തേക്കും വരാം പുറത്തേക്കും പോകാം. ക്ലോസ്ഡ് സിസ്റ്റമിൽ പക്ഷേ മാറ്ററിന് പാസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഹീറ്റിന് പാസ് ചെയ്യാൻ പറ്റും. അത് തന്നെ ഐസൊലേറ്റഡ് സിസ്റ്റമിൻ്റെ കേസിൽ ഇത് രണ്ടിനും പാസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ അവർക്ക് വേറെ രീതിയിൽ ഫ്രെയിം ചെയ്യാം. ഇപ്പോൾ വേണമെങ്കിൽ ഓപ്പൺ സിസ്റ്റം എന്താണെന്ന് വയ്ക്കുക. അപ്പോൾ ഓപ്പൺ സിസ്റ്റം എന്താണെന്ന് വയ്ക്കുമ്പോൾ അതിൻ്റെ ഓപ്ഷനിൽ ഹീറ്റും മാറ്ററും രണ്ടും ട്രാൻസ്ഫർ നടക്കുന്നത് ഒരു സാധനമായിരിക്കണം എന്ന ആ ഒരു ടൈപ്പ് ഓപ്ഷൻ ആയിരിക്കണം ഓപ്പണിന് വരേണ്ടത്. അതുപോലെ തന്നെ ഇത് തന്നെ വേറെ രീതിക്ക് ഐസൊലേറ്റഡ് സിസ്റ്റമിനെ കുറിച്ചും ചോദിക്കാം. ഓക്കെ, ഇത് തെർമോഡൈനാമിക്സിൽ മിക്കതായിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ്, ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ് ഇസ് പ്രൊഡ്യൂസ് ഡ്യൂ ടു ഇറ്റ്സ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾ കാരണം. ഇപ്പോൾ കൈനറ്റിക് എനർജി ഹൈ ആണെങ്കിൽ ടെമ്പറേച്ചർ അതിനനുസരിച്ച് ഹൈ ആയിരിക്കും. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ്, ദ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ അറ്റൈൻഡ് വെൻ. അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എപ്പോഴാണ് അറ്റൈൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ അബ്സല്യൂട്ട് സീറോ വരണമെങ്കിൽ കൈനറ്റിക് എനർജി സീറോ ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം തന്നെ കൈനറ്റിക് എനർജി ഓഫ് ദ ഗ്യാസ് ആണ്. അപ്പോൾ സീറോ ടെമ്പറേച്ചർ വരണമെങ്കിൽ കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ് സീറോ ആയിരിക്കണം. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, അതുപോലെ kinetic theory of gas assumes that the collision between the molecules are collisions between the molecules are perfectly elastic. Perfectly elastic എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് എനർജി ഇല്ല, അതാണ് നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയണത്, ദ പ്രഷർ ഓഫ് എ ഗ്യാസ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ഇ. അപ്പോൾ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയമിനാണ് ഇ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തേക്കുന്നത്. പിന്നെ പ്രഷർ പി. അപ്പോൾ ഇതിന് ഓപ്ഷൻ വരുന്നത് ഡി ആണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് പ്രകാരം പി എന്ന് പറയുന്നത് ഹാഫ് റോ വി സ്ക്വയർ ആണ്. പിന്നെ മാസ് നമുക്കറിയാം വോളിയം ഇൻറ്റു ഡെൻസിറ്റി. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് റോ വി സ്ക്വയർ ആയിട്ട് മാറ്റി. പിന്നെ പി ബൈ റേഷ്യോ എടുത്ത് നോക്കിയപ്പോൾ 2/3 എന്ന് കിട്ടി. അപ്പോൾ അങ്ങനെ നമുക്ക് പി ഈക്വൽ ടു 2/3 ടൈംസ് ഓഫ് പി എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ അങ്ങനെയാണ് ഓപ്ഷൻ ഡി. ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ ഓർത്ത് വെക്കണം, അല്ലാണ്ട് അവിടെ പോയിട്ട് നമ്മൾ ഡിറൈവ് ഒന്നും ചെയ്യാൻ എന്തായാലും നടക്കില്ല. ഇതൊന്നും നമ്മൾ പഠിക്കണ പോലും ഇല്ല എന്ന് എനിക്ക് തോന്നണം. പഠിക്കണമെങ്കിൽ മറന്നു പോകും. അപ്പോൾ ഇത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ചോദിക്കുകയാണെങ്കിൽ ഇത് 2/3 ടൈംസ് ഓഫ് ഇ. പിന്നെ 19th ക്വസ്റ്റ്യൻ, കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ് ഇൻ ടേംസ് ഓഫ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ടി ഈസ് എ പ്രൊപ്പോർഷണൽ ടു. ഇപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ടെമ്പറേച്ചറായിട്ട് പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഇത് തന്നെ നേരത്തെ പറഞ്ഞത്, ഇപ്പോൾ കൈനറ്റിക് എനർജി സീറോ ആകുമ്പോൾ അപ്പോൾ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ സീറോ ആവുന്നു. അതുപോലെ ടെമ്പറേച്ചർ ഈസ് ഡിപ്പെൻഡ് അപ്പോൺ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യനും വന്നു. അപ്പോൾ അതിൻ്റെ തന്നെ സെയിം ക്വസ്റ്റ്യനാണ്. കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾ ഇസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അതിൻ്റെ മീനിങ് പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, ടെമ്പറേച്ചർ കൂടുമ്പോൾ മോളിക്യൂൾസിൻ്റെ അത്രയും തന്നെ മൂവ്മെൻറ്റും കൂടുതലായിരിക്കും, കൈനറ്റിക് എനർജിയും കൂടുതലായിരിക്കും. അപ്പോൾ നെക്സ്റ്റ്, സൂപ്പർ ഹീറ്റഡ് വേപ്പർ ബിഹേവ്സ് ആസ്. സൂപ്പർ ഹീറ്റഡ് വേപ്പറാണ്, അത്രയും ടെമ്പറേച്ചറുള്ള വേപ്പർ. അപ്പോൾ അതിനകത്ത് വാട്ടർ കണ്ടന്റ് ഓൾമോസ്റ്റ് സീറോ. അതാണ് എക്സാക്ട്ലി ആസ് എ ഗ്യാസ് എന്ന് പറഞ്ഞ് വന്നതാണ്. അല്ല, അപ്രോക്സിമേറ്റ്ലി ആസ് എ ഗ്യാസ്. വാട്ടർ കണ്ടന്റ് സീറോ ആണെന്ന് പറഞ്ഞാലും കുറച്ചുണ്ട്, അതുകൊണ്ട് അപ്രോക്സിമേറ്റ്ലി ആസ് എ ഗ്യാസ് എന്ന് പറഞ്ഞു കിട്ടി.